ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കണ്ണൂര് മത്സരിക്കുന്ന CPM വിമതന്മാരും അതേപോലെ ഒറ്റപ്പാലത്ത് മത്സരിക്കുന്ന PK ശശിയും അതേപോലെ തന്നെ സുധാകരനൊക്കെയാണ്. ഇവർ എന്തുകൊണ്ട് പാർട്ടിക്കകത്തുനിന്ന് പുറത്തു വന്നു? ഒരു തൊഴിലാളി വർഗ പാർട്ടിയിൽ വിശ്വസിക്കുകയും ആ പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി കാലാകാലം പണിയെടുത്ത വ്യക്തികളാണ്. ആ വ്യക്തികൾ ആ പ്രസ്ഥാനത്തിൽ നിന്ന് രാജിവെച്ചിട്ട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ തണലിൽ മത്സരിക്കുകയാണ്. ഈ സ്ഥാനാർത്ഥികൾക്ക് ഇന്നേ വരെ കേൾക്കേണ്ട പലതരത്തിലുള്ള പഴികളുണ്ട്. വർഗവഞ്ചകൻ എന്ന് വരെ വിളിച്ചു. അങ്ങനെ അവർ വീട്ടിലത്തെ അവരുടെ കുടുംബിനികൾ പാർട്ടി ഓഫീസിൽ നിന്ന് കഞ്ഞി കുടിച്ച കാര്യം വരെ MP ജയരാജൻ വിളിച്ച് പറഞ്ഞു. അങ്ങനെ ഒരു സമൂഹത്തിൽ എത്രമാത്രം തേജോവധം ചെയ്യാമെന്ന് ഗവേഷണം നടത്തിയിട്ടാണ് ഇവർ ഈ വിമതന്മാരെ പരിഹസിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും. പക്ഷെ സ്വയം അത് താങ്കളോട് ചോദിക്കാൻ അവർ തയ്യാറല്ല. താങ്കൾ ഇത്രമാത്രം ഏത് തരത്തിലാണ് വർഗവഞ്ചന നടത്തി പോണത്? ഏത് തരത്തിലാണ് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി സമൂഹത്തിൽ നടപ്പിലാക്കാൻ പരിശ്രമിച്ചിട്ടുള്ളത്? ഏതെങ്കിലും സൊസൈറ്റികളെ സമത്വ സുന്ദരമാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഒരു സാധാരണക്കാരനെ ജീവിതം ലഘൂകരിക്കാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇതൊന്നും പറയാതെ, ഇതൊന്നും മാനദണ്ഡമായിട്ട് എടുക്കാതെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് ഞങ്ങളുടെ ജീർണതകളും ഞങ്ങളുടെ ന്യൂനതകളും ഞങ്ങളുടെ പോരായ്മകളും ചൂണ്ടിക്കാണിച്ച് പുറത്തേക്ക് ചാടിയപ്പോൾ എന്ന ചെങ്ങാതി ഇവരൊക്കെ വർഗവഞ്ചകരായി മാറിയത്. വർഗവഞ്ചകനാവുന്നത് നിങ്ങളെ ചോദ്യം ചെയ്യുമ്പോഴാണോ? നിങ്ങളെ തെറ്റുകളെ വിമർശിക്കുമ്പോൾ വർഗവഞ്ചകരെന്നും, നിങ്ങളെ തെറ്റുകളെ കാണാതെ കണ്ണടച്ചിരിക്കുമ്പോൾ അവർ ദേശസ്നേഹികളായിട്ട് ചിത്രീകരിക്കുന്ന ഈ ഇടതുപക്ഷ കാപട്യത്തെ കേരള ജനത ഇപ്പോഴും പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല. ഈ നേതാക്കന്മാർ പറയുന്നത് മൊത്തം അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. പിന്നെ നമ്മുടെ നേതാക്കന്മാരോടുള്ള നമ്മുടെ അമിത ഭക്തി ഉണ്ടല്ലോ, അത് ഏതാണ്ട് ഈ ഭക്തി പ്രസ്ഥാനങ്ങൾ പോലെ തന്നെയാണ്. ഓരോ മതങ്ങളുടെ ദൈവങ്ങളെ എത്രമാത്രം ആരാധിക്കുന്നു നമ്മൾ വിശ്വസിക്കുന്ന പോലെ തന്നെയാണ് രാഷ്ട്രീയ ദൈവങ്ങളെ നമ്മൾ തിരിച്ച് ആരാധിക്കുന്നത്. പക്ഷെ ആ ആരാധന മുതലെടുക്കുന്നുണ്ട്. കോടാനുകോടി രൂപയാണ് അതിൻ്റെ പേരിൽ അഴിമതിയും അധികാര ധൂർത്തൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ വിജയം ഈ വിമതന്മാരുടെ ആയിരിക്കും. ഈ വിമതന്മാരെ എങ്ങനെയെങ്കിലും ജയിച്ച് അവർ പുറത്തു വന്നാൽ കുറേ വർഗവഞ്ചകർ CPM-ൽ നിന്ന് പുറത്തേക്ക് ചാടാൻ സാധ്യതയുണ്ട്. അതോടുകൂടി കേരളം ബംഗാളാവുമോ എന്നാണ് ഞാൻ സംശയിക്കുന്നത്.